സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം 10 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഴക്കെടുതി വിലയിരുത്താനുള്ള ഉന്നതതല യോഗം ആരംഭിച്ചു. വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുകയാണ്. ശാലിനി, യോഗ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം 10 ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട്, ജാഗ്രതയുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ കൂടി. KP 10 മണിയോടുകൂടി വന്നിട്ടുള്ള മുന്നറിയിപ്പിലാണ് സംസ്ഥാനത്ത് 10 ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഈ 10 ജില്ലകളിലും അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ തൃശൂർ, പാലക്കാട് ജില്ലകൾ ഒഴികെയുള്ള 10 ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വരുന്ന 4 ദിവസം കൂടി സംസ്ഥാനത്ത് ഈ അതിശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കാണ് അലേർട്ടുകൾ വരാനിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറാനുള്ള സാഹചര്യം കൂടിയുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിതീവ്രമായ മഴ പല മേഖലകളിലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ള പല ജില്ലകളിലും മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റ്, മലയിടിച്ചിൽ, മണ്ണിടിച്ചിലും പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുകയാണ്. മലപ്പുറം, പാലക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അല്പസമയം മുമ്പ് പോലും മലയിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ വിവരങ്ങളായി വരുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. റവന്യൂ മന്ത്രി, ഒപ്പം തന്നെ തദ്ദേശ മന്ത്രി അടക്കമുള്ളവർ, വിവിധ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആഭ്യന്തര വകുപ്പിലെ അടക്കം ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. യോഗത്തിന് ശേഷം ഉന്നതതല യോഗത്തിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ വലിയ വിമർശനങ്ങളാണ് സർക്കാർ സ്വീകരിച്ച അടിയന്തര ഇടപെടലുമായി ബന്ധപ്പെട്ട്, മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനകം ഉയർന്നത്. ഈ വിമർശനങ്ങളും വിലയിരുത്തലുകളും യോഗം എത്രത്തോളം ഗൗരവത്തോടെ വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത 4 ദിവസം കൂടി കനത്ത മഴ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ലഭ്യമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശമാണ് ഇതിനകം അധികൃതർ നൽകിക്കഴിഞ്ഞത്? KP ജൂലൈ 31-നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു ഓറഞ്ച് ബുക്ക് സംസ്ഥാനത്തിന് നൽകിയത്. 7 പേജുള്ള ഓറഞ്ച് ബുക്കാണ് നൽകിയത്. ഇതിൽ പല ജില്ലകളിലും പ്രളയ സാധ്യതയുണ്ട്, മഴവെള്ളപ്പാച്ചിലുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്, മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പിനെ സർക്കാർ അവഗണിച്ചു എന്നുള്ളതിൻ്റെ പാഠമാണ് നമ്മളിപ്പോൾ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലെ പല ജില്ലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കൃത്യമായി ചില മുന്നറിയിപ്പുകൾ സർക്കാരിന് നൽകിയിരുന്നു. അന്നൊന്നും സർക്കാർ അത് ഗവനിച്ചില്ല. ഗവനിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പലതും മെല്ലെപ്പൊക്കെ തുടരുകയും ചെയ്തു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ സമയം വിരുന്നുകൂടി നടന്നതിലും വിമർശനങ്ങൾ ശക്തമാണ്. ഇനിയിപ്പോൾ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. KP സൂചിപ്പിച്ചതുപോലെ 4 ദിവസം കൂടി ഈ മഴ തുടരുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അതിനെ നേരിടേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടാണ് സംസ്ഥാനം വിലയിരുത്തുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വിമർശനമായി ഉയരുകയും ചെയ്യുന്നത്. കാരണം പല ആശുപത്രികളിലും കിടക്കകൾ സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട്, പല മേഖലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതായിട്ടുണ്ട്, വീടുകളിൽ മണ്ണ് കയറിയും മരം ഒടിഞ്ഞു വീണും മണ്ണിടിഞ്ഞു വീണും ഒക്കെ പല ജീവഹാനികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നൽകേണ്ട സാമ്പത്തിക സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ ഉന്നതതല യോഗം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഈ ഓറഞ്ച് ബുക്കിൽ പരാമർശിച്ചിട്ടുള്ള പല മേഖലകളും പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള മേഖലകളിൽ ഉണ്ടെങ്കിൽ ഇനി അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും മാറ്റിപ്പാർപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരു അവലോകന യോഗം ചേരുന്നു, ഉന്നതതല യോഗം ചേരുന്നു എന്നുള്ള വിമർശനങ്ങൾ തുടരുന്നതിനിടയിലാണ് 10 മണിയോട് കൂടിയുള്ള ഉന്നതതല യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. യോഗം ഈ മണിക്കൂറിലും തുടരുകയാണ്. 12 മണിയോട് കൂടിയാണ് യോഗ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിശദീകരിക്കാൻ എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതയോടെ സംസ്ഥാനം ഇരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രളയത്തിന് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു. വരുന്ന 4 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിൽ നൽകിയിട്ടുള്ള ഈ മഴ മുന്നറിയിപ്പ് പറയുകയും ചെയ്യുന്നത്. KP സംസ്ഥാനത്ത് വരുന്ന 4 ദിവസം കൂടി കനത്ത മഴയുണ്ടാകും. ഒപ്പം ഈ മഴക്കെടുതി തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.